അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കടാ. അർത്ഥം ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തായ്ലൻഡിലെ ഫസ്റ്റ് ഡേ കഴിഞ്ഞില്ലേ? നിക്ക് അതല്ല, ഫസ്റ്റ് ഡേ ആദ്യം തൊട്ട് എനിക്ക് കേൾക്കണം. അതല്ല, അതന്നെ ഞാൻ പറഞ്ഞത്. ഇതിപ്പോ നമ്മള് ചെന്നിട്ട് അവിടെ നിന്നിട്ട് ഇത് രണ്ടാമത്തെ ദിവസല്ലേ? ആദ്യത്തെ ദിവസം നീ എന്ത് ചെയ്തു? ആദ്യത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വന്നു, മറ്റേ ഇവിടെ പോയി, എന്താ പറയാ, ടൈഗർ പാർക്കിൽ പോയിട്ട് ഇതിന്റെ കൂടെ നേരെ ടൈഗറിന്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് മറ്റേ മോളെ അവിടെ ആണെന്നുണ്ടെങ്കിൽ കടിക്കണ ടൈഗറൊക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് ചാടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓ, നീ വരാത്തതിനെ കൊണ്ടാണല്ലോ നിനക്ക് ഞാൻ അതെ കാണിച്ചത്. ടൈഗർ പാർക്കിൽ പോണത് എനിക്ക് കാണിച്ചത് കേട്ടോ. എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ദിവസത്തേക്ക് വരാം. ഇത് നിങ്ങൾ നോക്കും. അതെ, ടൈഗർ മാറി കയറിയിരുന്നെങ്കിൽ കുടുങ്ങി പോയേനെ. അതെ, ഫോട്ടോ എടുക്കുന്ന ടൈഗർ ഇപ്പുറത്താ, അത് കടിക്കുന്ന ടൈഗർ. ആ, അപ്പൊ തന്നെ സെറ്റ് ആയാന്. അപ്പൊ ഇത് അങ്ങനെ ടൈഗറിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. അല്ല, ഫോട്ടോ അല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. വീഡിയോ like this and also like this. Okay, now like this. No photo. Photo. No photo. No need you. Look camera. No need. Quaมึงดีดมาแน่เลยโดนตัวไหนโดนตัวไหนโอเค After you. Look camera you. Tất cả mình làm việc. Tao bên buồn đi đâu. โอเคไอ้สัตว์ร้องมา പുലിക്കൂട്ടിന്ന് രക്ഷപ്പെട്ട്. എന്തായാലും ആ പുലി കുറച്ച് സൈലന്റ്, ചെറിയ കുഞ്ഞു മനസ്സ്, വലിയ ശരീരമാണെങ്കിലും കുഞ്ഞു മനസ്സുള്ള പുലിയായിരുന്നു. ഇത് വൈൽഡ് പുലിയാണ്. ഈ പുലി ഭക്ഷണം കിട്ടാതെ അലഞ്ഞിരിക്കുന്ന, ഇറച്ചി കിട്ടാതെ അലഞ്ഞിരിക്കുന്ന പുലിയാണ്. അത് കണ്ടില്ല, പതുങ്ങിയിരിക്കണില്ലേ? നീ എന്നെ കടിക്കാൻ വേണ്ടി നിൽക്കായിരുന്നല്ലടാ. എടാ, അത് പതുങ്ങിയിരുന്ന് കടിക്കണ്. അല്ല, ചാടുന്ന്. കടിക്കുന്നതല്ല, ചാടുന്ന്. കണ്ടില്ലേ? നോക്കുന്നത്. ടൈഗർ പാർക്കിലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചക്ക് അത് കഴിഞ്ഞ് അവിടുന്ന് ലഞ്ച് കഴിച്ചില്ല. നമ്മൾ ഗോൾഡൻ പാലസിന്റെ പാക്കേജിലാട്ടോ പോയത്. കിടിലൻ ട്രിപ്പ് ആയിരുന്നു. അതായത് ഫുഡൊക്കെ നമുക്ക് ഒരിക്കലും തായ്ലൻഡിന്റെ അല്ലെങ്കിൽ കിടിലനായിരിക്കും. വിത്തൗട്ട് വൈഫ് പോകുന്ന സമയത്ത് കിടിലനാവണല്ലോ. ഓക്കെ, പറഞ്ഞേക്ക്. അത് എനിക്ക് സങ്കടമായിരുന്നെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് നിങ്ങളൊരു സാധനം കാണിച്ചു തരും. ഇവിടെ ഓർമ്മക്ക് ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട്. കാണണോ? നിങ്ങക്ക് കാണണോ? നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിന്റെ ഓർമ്മ എന്റെ ഫുള്ളിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതാ, കണ്ടോക്ക്. എനിക്ക് മറീന നന്നായിട്ട് മിസ്സിങ് ഉണ്ട്. അതായത് ഇവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോ അപ്പം ആ മിസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ടൈമില് ഇവിടെ കണ്ട എമ്മ പിടിച്ച അതായത് ഓളം മിസ് ചെയ്യുന്ന ടൈമിന് ഇങ്ങനെ ആക്കിയിട്ട് വീണ്ടും ഞാൻ തായ്ലൻഡിൽ കൂടെ നടക്കും. നല്ലതാ. ഇങ്ങനെ ഇതിങ്ങനെ പട്ടായ കൂടെയും ബാങ്കോക്കിൽ കൂടെ ഒക്കെ നടക്കും. പിന്നെ മിസ് ചെയ്യുന്ന ടൈമിൽ ഞാൻ ദൂരിട്ട് ഒരു കൈമ പിടിച്ചോ. ഇനി ഇങ്ങനെ ആക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ. ലോക്കറ്റ് എവിടെ? ലോക്കറ്റ് എവിടെ? അതല്ല, ലോക്കറ്റ് അവിടെ ലോക്കറ്റ് ഇത് വീണ് പോയതാണ്. വീണ് പോയതാന്ന് പറഞ്ഞില്ലേ? ലോക്കറ്റ് വീണ് പോയതാണ്. ബാക്കി നോക്ക്, അത് നോക്ക്. ബാക്കി അന്നത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്തെന്ന് അറിയോ? എന്ത്? അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോണത് പട്ടായ. അങ്ങനെ നമ്മൾ പട്ടായയിലെത്തി. അന്ന് റെസ്റ്റ് എടുത്ത്. കാരണം എന്താ അറിയോ? നമ്മൾ ട്രാവൽ ചെയ്ത് വന്നല്ലായിരുന്നോ. അപ്പൊ അതുകൊണ്ട് നമ്മള് റെസ്റ്റ് എടുത്ത്, കുറച്ച് ആൾക്കാർ റെസ്റ്റ് എടുത്ത് വൈകിട്ട് എല്ലാവരും ഇറങ്ങിയിട്ട് നമ്മള് ഇവിടേക്ക് പോയി. ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ അൽക്കാസാർ ഷോ കാണാൻ വേണ്ടി പോയി. അത് അവിടുത്തെ ഒരു ട്രഡീഷണൽ ഷോ ആണ്. എന്ത് ഷോ? അൽക്കാസാർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ട്രഡീഷണൽ ഷോ ആണ്. എന്ത് ഷോ? അതായത് ഞങ്ങൾ എല്ലാരും കൂടിയാ പോയത്. ഞങ്ങളെ ഗ്രൂപ്പില് ഫാമിലീസ് ഒക്കെ ഇല്ലായിരുന്നോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഇതാക്കണത്? അതായത് അൽക്കാസാർ ഷോ, അവിടുത്തെ കൾച്ചറൽ ഷോ. അവിടെ പോയിട്ട് ഒരു വട്ടെങ്കിലും നീ എന്നെ വിളിച്ചിക്കണ്.
എനിക്ക് സത്യം പറ. അപ്പൊ നിന്റെ ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. ഞാൻ സമാധാനപ്പെട് പറഞ്ഞേക്ക്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് കുറച്ചു നേരം സ്ട്രീറ്റിലൊക്കെ ഒന്ന് കറങ്ങി ഇതാക്കി അൽക്കസർ ഷോ കണ്ട്. എന്നിട്ട് റാഷി പറഞ്ഞ നീ ഒക്കെ ഒറ്റയ്ക്കാണ് വൈബ് ചെയ്യുന്നതാണല്ലോ അവരെ കൂടെ കൂടാണ്ട്. അല്ല അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓരോ അതിലെങ്ങനെ ഇതാവണില്ലല്ലോ. നീ ഉരുണ്ടുകളി നിർത്തി. ഓക്കെ പറഞ്ഞുതരാം. അന്നത്തെ ദിവസം എന്നിട്ട് നമ്മൾ അൽക്കാസർ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് അവിടത്തെ ആൾക്കാരെ അതിൽ ഉണ്ടായിരുന്ന ഇതാക്കിയിരുന്ന ആൾക്കാരെ എടുത്ത് ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടിയൊക്കെ നമ്മൾ നോക്കി അത് തിരിഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്തില്ല. ഞാൻ ഓരോ കൂടെ ഫോട്ടോ എടുത്തില്ല. ഞാൻ ആ പരിപാടി ചെയ്യില്ല. അമ്മായൊരു പരിപാടി എനിക്കില്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ ഇറങ്ങി നേരെ നമ്മള് റൂമിൽ വന്ന് കുറച്ചു നേരം ഒന്ന് കറങ്ങി കുറച്ച് ഫുഡുകളൊക്കെ കഴിച്ച്. അവിടെ ഇഷ്ടം പോലെ ഫുഡല്ലേ, പക്ഷെ ഒരേ ഒരു മിസ്സിങ് എനിക്ക് വന്നിട്ടുള്ളൂ, വൈഫ്. അത് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ, വേറെ ഒന്നും എനിക്ക് മറിയ എനിക്ക് അതേ വന്നിട്ടുള്ളൂ. ഞാൻ സത്യമാണ് പറഞ്ഞത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് ബീച്ച് ഹോട്ടൽ, പട്ടായ ബീച്ച് ഹോട്ടൽ തന്നെ. അടുത്ത് തന്നെ സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ആ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ കിഡിലൻ ഹോട്ടൽ, ഇത് 4 സ്റ്റാർ ആട്ടോ ഇവർ സ്റ്റേ ചെയ്യുന്നത്. ഗോൾഡൻ പാലസുകാർ നമുക്ക് 4 സ്റ്റാറും അതേപോലെ തന്നെ നല്ല ഫുഡുകളും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ കിടന്നുറങ്ങി. അപ്പൊ ഇന്ന് ഇനി രണ്ടാമത്തെ ദിവസത്തേക്ക് വരാലോ. രണ്ടാമത്തെ ദിവസം ഇറങ്ങിയിട്ട് നമ്മളെ പരിപാടി എന്തെന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഭക്ഷണമായിരുന്നു, നല്ല ബൊഫേ ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് കോറൽ ഐലൻഡ്. കോറൽ ഐലൻഡിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളങ്ങനെ നേരെ ക്രൂസിലൊക്കെ കയറ്റി കൊണ്ടുപോയിട്ട് നമ്മളെ ഒരു അതായത് ബോട്ടൊക്കെ ഇങ്ങനെ നടുവിൽ നിർത്തിയിട്ടുണ്ടാവും. അതിലേക്ക് നമ്മളിങ്ങനെ സ്പീഡുള്ള ബോട്ടിൽ ഇങ്ങനെ കൊണ്ടുപോകും. അല്ല അത് ഈ വിചാരിക്കുന്ന പെണ്ണുങ്ങളൊന്നല്ല അവിടെ, അങ്ങനെ ഈ വിചാരിക്കണമായിട്ട് സ്ഥലമല്ല തായ്ലൻഡ്. നമ്മളെ അബു ഉണ്ടായിരുന്നു. പിന്നെ മറിയാം. അത് മറിയും എടോ, അത് നമ്മൾ ഉമ്മനെ കാട്ടി പ്രായമുള്ള മറ്റേ അമ്മായിയാണ്. നേരെ കോറൽ ഐലൻഡ് പോയി ഒരു സ്ഥലത്ത് നിർത്തും. അവിടുന്ന് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എടുത്തത് അറിയാം, അണ്ടർ വാട്ടർ വാക്ക്. മോർണിംഗ് ടൈം കണ്ടില്ലേ, എല്ലാം അടച്ചിട്ട് എല്ലാം ക്ലോസ്. ഒരു 4 മണി 5 മണി കഴിഞ്ഞ എല്ലാം ഓണ്, പാട്ടും ബഹളവും ആൾക്കാരും ഗേൾസും എല്ലാം കൂടെ. എനിക്ക് വയ്യ. നേരെ ഇത് വാക്കിംഗ് സ്ട്രീറ്റ് പോണ റോഡാട്ടോ. ഇന്നലെ രാത്രി നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനത്തിൽ സുനയിൽ കയറി പോയി കഴിഞ്ഞാൽ 5, 6, 7, 8 എന്നൊക്കെ പറഞ്ഞിട്ട് 10 ആ ഭാഗത്ത് 10 ഒക്കെ കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കാണ് നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റ് വരുന്നത്. രണ്ട് നല്ല കമിതാക്കൾ വണ്ടിന്റെ പുറകിൽ. ഹായ്. ബോട്ടിൽ കയറുന്നതിന് മുന്നേ ഇവിടെ നമ്മളെ പട്ടായയിലെ ആധാർ കാർഡ് എടുക്കണം. അപ്പൊ അതിനുള്ള ഫോട്ടോ അവിടെ എടുക്കുന്നുണ്ട് ഓരോരുത്തരുതായിട്ട്. പട്ടായയിലെ ആധാറാ? എന്നാലും നമ്മള് ബോട്ടിൽ കയറാറില്ല. ശരത്തേട്ടോ ഇൻഷുറൻസ് നിങ്ങൾ എടുത്തോ? ഇൻഷുറൻസ് ആണ്. ഇനി നമ്മള് നേരെ എവിടെ പോന്നു? നമ്മൾ കോറൽ ഐലൻഡിലേക്കാണ് പോകുന്നത്. ഇതവിടെ കണ്ടില്ലേ നമ്മള് ഉരുണ്ടോ? നിങ്ങൾ ഉരു ആടാ ഉരുണ്ടല്ലോ അവിടെ. Only parasailing and a second stop nearby island underwater. This is the nearby island. Final you have 2 activity. Just keep. ഞാനെന്തായാലും മറ്റേ അണ്ടർ വാട്ടർ എന്തായാലും പോകാൻ വേണ്ടി പോവാണ്. ശരത്തേട്ടനും പറഞ്ഞിട്ടുണ്ട്. ശരത്തേട്ടൻ നമ്മളെല്ലാരും കൂടി ഉള്ള സംഭവം. അതെ എല്ലാരും റെഡിയല്ലേ? ഞങ്ങൾ അങ്ങനെ ഫ്രണ്ടിലേക്ക് വന്നതാട്ടോ. അതെ വരരുതെന്ന് പറഞ്ഞതിനെ കൊണ്ട് മുന്നിലേക്ക് വന്നു. അങ്ങനെയല്ലോ ഒരാളോട് പോകാൻ പറഞ്ഞ് ഞാൻ കയ്യും കാലം പിടിച്ചിട്ട് ഓടി വന്നതാ. നല്ല സുഖമാണ് ചോടുന്നത്. അതായത് കുതിരപ്പുറത്തൊക്കെ പോലെ കുതിര സാധാ പോലെ ചാടില്ല, നീട്ടി ചാടുന്നത്. പഠിച്ചോന് നീ പോണോന്ന് ഇപ്പൊ 2 ഡൗട്ടായല്ലോ. മുത്തും വേണ്ട വൈരും വേണ്ട. സാധനങ്ങളൊക്കെ എടുത്ത് തന്നു പോയിക്കോ. ഞാൻ വീട്ടിൽ പറഞ്ഞോണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ ഉണ്ട്. ഒരു എക്കച്ചക്കാക്കി ഇത് പോണോ വേണ്ടെന്നുള്ളത്.
അതെ, എല്ലാരും മൊത്തം ആ ചിരി കണ്ടില്ലേ. അപ്പൊ ഞാനിതാ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. കിട്ടില്ലെന്ന് പറഞ്ഞ കിട്ടില്ല. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് നഷ്ടമാവുമായിരുന്നു. കാരണം നോർമലി സ്കൂബ ഡൈവിങ് ചെയ്യുമ്പോൾ എനിക്കൊരു ഇതുണ്ട് അണ്ടർ വാട്ടർ പോകണമെന്നല്ല. കാരണം പിന്നത്തെ ഉച്ച മുതലുള്ള ദിവസം ആ എൻ്റെ ദിവസം നമുക്ക് തലവേദന ആവും. പക്ഷെ അതൊന്നുമില്ല. ഞാൻ ആ വിഷ്വല് നിങ്ങൾക്ക് ഇട്ടുതരാം. വിഷ്വല് പിക്കുണ്ട്, വിഷ്വല് അത്ര ഇതുണ്ടെന്ന് അറിയില്ല, എന്നാലും ഇട്ടുതരാം. കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ അത് ലൈവ് വീഡിയോയിൽ അത്ര കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മളിങ്ങനെ മീനിന് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. മീന് മുന്നിൽ കൂടെ പോരുന്ന അതിനെ കുത്തിപ്പിടിക്കുന്ന കടൽക്കുതിരയില്ല, കടലാമ ഇല്ല. ബാക്കിയുള്ള മീന് വന്ന് കൊത്തി തിന്നാലോ കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. സോ അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വൻ നഷ്ടമായിരിക്കും എനിക്ക് ഉണ്ടാവുക. എനിവേ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. നമ്മളെ കൂടെ ഉള്ളവര് നമ്മുടെ അബു ഉണ്ട്, ഗോൾഡൻ പാലസിന്റെ അബു. അതേപോലെ തന്നെ ഷഹലുണ്ട്. അതെ, ഷഹലിന് എവിടെയെങ്കിലും നിർത്തി എങ്ങനെ ലൈവായി നിൽക്കുള്ളൂ. ഷഹലിന് എവിടെയെങ്കിലും ഇരുത്തിയാൽ പിന്നെ അവിടെ നിന്ന് ഇരുന്ന് ഉറങ്ങും. രാത്രി എന്താ പരിപാടി എന്ന് എനിക്ക് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. കണ്ട അവിടെ ഇവിടെയൊക്കെ കറങ്ങില്ലേ, രാത്രി ഫുള്ള് അവിടെ ഇവിടെയൊക്കെ കറങ്ങി എല്ലായിടത്തും നിരങ്ങും. എന്നിട്ട് പകൽ എന്ത് ചെയ്യാ, ഉറങ്ങുക. ഞാൻ ചെൽവിന് ഫ്രണ്ടിലിരിക്കാണ് അല്ലേ? യെസ്. എടാ ചെൽവിന് എവിടെ ഇരിക്കുമ്പോ എങ്ങനെ അറിയോ, വേറെ മൂടാ. ഈ ബാക്കിലിരുന്ന കാറ്റ് അടിച്ചങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ മോനെ. നമ്മളിങ്ങനെ അങ്ങോട്ട് തല ഇങ്ങനെ പിടിച്ചു നിൽക്കണം. എന്താ, തല ഇങ്ങനെ പോകും കാറ്റടിച്ചിട്ട്. അത്രയും ശരിക്കുണ്ട് കാറ്റ് കേട്ടോ, അത്രയുണ്ട്. എങ്ങനെയൊക്കെയാ പോണെന്ന് അറിയുന്നില്ല. ഓ മറക്കൽ താഴ്ത്തല്ല, ഇപ്പൊ പോളില്ല, എയറില്. കിടിലനായിരുന്നു അണ്ടർ വാട്ടർ വാക്ക്. വീഡിയോയിൽ അത്ര കാണുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോറൽ ഐലൻഡ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അണ്ടർ വാട്ടർ വാക്ക് എടുക്കേണ്ട ഒരു സംഭവം തന്നെ. കിടിലനാണ്. കാരണം എന്താ പറയുക, നമുക്ക് താഴത്തിൽ കൂടെ ഇങ്ങനെ നടക്കാം, കടലിന്റെ അടിയിൽ കൂടെ നടക്കാം. അതേപോലെ തന്നെ മീനിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഓരോന്നെ മീൻ ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ കാണിക്കും. അങ്ങനെ അമ്പ ഇത് പിടിക്കണമാതിരി പിടിച്ചിട്ടൊക്കെ കാണിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എന്ത് ചെയ്തെന്ന് അറിയോ, അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നു, നേരെ റൂമിലേക്ക് വന്നു. കാരണം അത് ഒരു കുറെ നേരമുള്ള ഒരു ട്രിപ്പാണ്. അതായത് ഒരു ഉച്ചക്ക് ശേഷമൊക്കെ ആവുന്ന ട്രിപ്പാണ്. ടൈം എടുക്കും. ഓക്കെ, വാട്ടർ ആക്ടിവിറ്റീസ് മറ്റെന്താ പറയുക, നമ്മുടെ ഈ പാരാഗ്ലൈഡിങ് ഒക്കെ ഉണ്ട്. ആ പാരാഗ്ലൈഡിങ് ഞാൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് ഞാൻ പിന്നെ ചെയ്തില്ല. അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ വന്ന് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമുക്ക്. ഭയങ്കര, അതായത് എനിക്ക് ട്രിപ്പിൽ പോകുമ്പോൾ ഞാൻ പാക്കേജ്, സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ പാക്കേജ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും പാക്കേജ് ഞാൻ അങ്ങനെ ചൂസ് ചെയ്യൽ കുറവാണ് ഇങ്ങനെ സോളോ ഇതിലൊക്കെ. പക്ഷെ നല്ലതായിരുന്നു. കാരണം ഈവനിങ് ആണ് അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ ഓൺ ആവുക. നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈവനിങ് ആകുമ്പോൾ ഇവര് നമുക്ക് സെൽഫായിട്ട് തന്നെ പോകാനും, നമ്മളെ ഒന്നിച്ച് ഗ്രൂപ്പ് പോകുന്നുണ്ട്, ഗ്രൂപ്പിന്റെ കൂടെ പോകാനൊക്കെ ഉള്ള ഒരു കംഫർട്ടബിൾ ആ ഒരു സംഭവം ഇവര് നമ്മൾക്ക് നന്നായിട്ട് തരുന്നുണ്ട്. അപ്പൊ പാക്കേജിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഗുണം എന്താ പറഞ്ഞാൽ ടൂറിസ്റ്റ് സ്പോട്ടുകളും പോകാൻ പറ്റും. അത് കഴിഞ്ഞ് ഈവനിങ് നമുക്ക് നമ്മുടെ വൈബിൽ എൻജോയ് ചെയ്യാനും പറ്റും. അങ്ങനെ നീ എത്ര എൻജോയ് ചെയ്തു? ഇല്ല, ഞാൻ അവരുടെ കൂടെ നടന്നാ പോരെ? അവരുടെ കൂടെ തന്നെ ഞാൻ നടന്നത്, അവരുടെ കൂടെ കുറച്ച് മുന്നേ എന്താ പറഞ്ഞത്, ഒറ്റയ്ക്ക് എൻജോയ് ചെയ്തു. അല്ല മോളെ, നീ തെറ്റിപ്പോണം. ഞാൻ പറഞ്ഞത് അങ്ങനെ എൻജോയ് ചെയ്യാം. നിന്റെ കൂടെ അങ്ങനെ എൻജോയ് ചെയ്യാന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. മറിയ പറഞ്ഞേക്ക്. എന്നിട്ട് ഞാനും നമ്മള് സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ വാക്കിംഗ് സ്ട്രീറ്റ്, അതേപോലെ തന്നെ അവിടെ മസാജ് പാർലർ കാണും. അതുപോലെ തന്നെ കുറെ മസാജ് ചെയ്യാൻ പോയാ നീ സത്യം പറ, അവിടെ ചെല്ലുമ്പോ മസാജ് ചെയ്യാൻ പോയില്ലേ? മസാജ് ചെയ്തില്ല. മസാജ് ചെയ്യാൻ പോയില്ലേ? മസാജ്
മസാജ് ചെയ്യാൻ പോയോ ഇല്ലേ? നോക്ക്, ഞാൻ പറഞ്ഞു കേക്ക്. പോയോ ഇല്ലേ? അവിടേക്ക് മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അതായത് അവിടെ മസാജുകളാണ് ഫുള്ളും ഇതില്ലോ. അതായത് ബോഡി പെയിൻ ഒക്കെ ഉണ്ടെന്നല്ലോ ഈ ട്രാവൽ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞേക്ക്, മസാജ് ചെയ്യാൻ പോയോ ഇല്ലേ? അവിടേക്ക് ബോഡി. നീ ഇവിടുന്ന് പോകുമ്പോ എന്താ പറഞ്ഞേ? ഇവിടുന്ന് പോകുമ്പോ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ട് പോയില്ലേന്ന് പറഞ്ഞോ? ഞാൻ മസാജ് പോയിന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് മസാജിനാ പോയത്? അല്ല, ഞാൻ പറഞ്ഞിട്ട് എന്ത് മസാജിനാ പോയത്? മസാജിന്റെ അല്ലേ ഞാൻ പറഞ്ഞത്. മസാജ് ഇല്ലേ? പോയോ ഇല്ലേ? അത് പറ. ഒരു കാര്യം ഞാൻ പോയോ ഇല്ലേന്ന് പറയടാ. ആയിക്കോട്ടെ, അതിന് ഒരു പോയോ ഇല്ലെന്ന് പറ. പോയോ ഇല്ലെന്ന് പറഞ്ഞാ പോരെ നിനക്ക്? പറ. പോയോ ഇല്ലെന്ന് പറയടോ. കയ്യിലെടുത്താലല്ലേ പറയാൻ പറ്റുള്ളൂ. പറ. അവിടേക്ക് മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമുക്ക് ഈ ട്രാവലൊക്കെ ചെയ്ത് വന്നിട്ടുള്ള ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വെറുതെ സാധാരണ മസാജ് ബാക്കി പറ കേക്കട്ടെ. അല്ല, അല്ലെങ്കിലും ഈ കല്യാണം കഴിഞ്ഞ ഒരു മസാജിന് പോകേണ്ട ആവശ്യമില്ല. പതിയെ കല്യാണം കഴിഞ്ഞ ഒരു മസാജിന് പോകേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അല്ലേ? മസാജിന് പോകണ്ട കേട്ടോ, ഞാനും പോവാൻ നിൽക്കണം. എന്നിട്ട് ഞങ്ങള് ഉറങ്ങി. 2 മണി 3 മണി ആകുമ്പോഴാണ് ഉറങ്ങണത്. ഉറങ്ങി. 3-ാമത്തെ ദിവസം രാവിലെ എണീറ്റ് വീണ്ടും നല്ല ബ്രേക്ക്ഫാസ്റ്റ്, ബൊഫേ ഒക്കെ ഉള്ള ബ്രേക്ക്ഫാസ്റ്റാ ഫുഡ് കഴിക്കുന്നത്. ഫുഡ് കഴിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. അന്ന് അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ 3-ാമത്തെ ദിവസം നേരെ എവിടേക്കാ പോണത്? 5 ദിവസം മൊത്തം നിന്ന് കേട്ടോ. 5 ദിവസം. 5 ദിവസത്തിൽ 3 ദിവസം 2 ദിവസം പട്ടായ, 2 ദിവസം ബാങ്കോക്ക്. മറ്റേത് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ ഇടയിൽ വരും, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബാങ്കോക്കിലേക്ക് ഇറങ്ങിയിട്ട് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഞങ്ങൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ പോയിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കൈവിട് ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയി. അവിടെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് കുറെ സംഭവമൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അവിടെയും ബോട്ട് ഉണ്ട്, അവരുടെ ട്രഡീഷണൽ രീതിയിലുള്ള ചെറിയ ബോട്ട്. ആ ബോട്ടിൽ പോയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കാണാൻ. കുറെ സിനിമയിലൊക്കെ കാണുന്നമായിട്ടാണ്. അവിടുന്ന് കുറെ പർച്ചേസ് ഒക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മളിതാ ഇവിടുന്ന് ബോട്ടിൽ നിന്ന് നേരെ ഇങ്ങനെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലൊക്കെ പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്നിട്ട് നമുക്ക് ഇന്ന് ലഞ്ച് അപ്പുറത്തെ ഭാഗത്താണ്. അപ്പോൾ അവിടേക്ക് തിരിച്ചു വരണം. സോ അങ്ങനെ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെഡ് മാർക്ക് ഉള്ളതൊക്കെ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഇന്നാണ്. ഇനി ഔട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈ താഴത്തുള്ള ഈ കണ്ടില്ലേ ഈ പച്ച മാർക്ക് വഴി തിരിച്ചു വരിക. പച്ചല്ല, ബ്ലൂ അല്ല പച്ചയാണ്. ഇതിലാണ് ഇങ്ങോട്ട് തിരിച്ചു വരിക. ഹായ് ഹായ്. വേറെ നമ്മളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഓരോന്നും ഇങ്ങനെ നോക്കി ടെസ്റ്റ് അടിക്കാന്ന് ഇങ്ങനെ വിചാരിച്ച് നടക്കുമ്പോൾ കുറച്ച് മലയാളീസിനെ കിട്ടി. ഹായ്. കോഴിക്കോടല്ലേ നമ്മുടെ സ്ഥലം തന്നെ അല്ലേ? കോഴിക്കോട് എവിടെ? മലാപ്പറമ്പില്ലേ? ഞാൻ ഫറൂഖ്. അതെ ആണോ? താങ്ക് യു. അപ്പൊ ശരി. നമ്മുടെ ദുരിയാൻ ഞാൻ കഴിച്ചതാണ് ഓൾറെഡി മലേഷ്യയിൽ നിന്ന്. അതുകൊണ്ട് ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് അല്ലേ? ഇതാണ് സാധനം. അതുകൊണ്ട് ഇനി ഞാൻ പോയി പെടുന്നില്ല. നേരെ ബോട്ടിങ്ങിന് പോവാട്ടോ. അപ്പൊ നമുക്കിപ്പോ ഓൾറെഡി ബാങ്കോക്കിൽ എത്താനുള്ള ടൈം ഇല്ലേ? എന്നാലും അധികരിച്ചിട്ടുണ്ട്. എന്നാലും നമ്മൾ ആ ബോട്ടിങ് കൂടി കഴിഞ്ഞിട്ട് പോണുള്ളൂ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. അതുകൊണ്ട് മോനെ പോട്ടെ മറിയാം സബറ്റിക്ക ലോണിന്റെ ബാക്കിലൊക്കെ നമ്മളെ ആൾക്കാരാണ് മൊത്തം. പിന്നെ ലോണിന്റെ അവിടെ അതാ കുറച്ച് ഇത് വെച്ചിട്ടുള്ള എന്താണ് അതെന്താ ഓലന്റെ ഒരു ഇതുണ്ട്. പിന്നെ മരത്തിന്റെ ഒരു ഇത് മേഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അവിടെ താഴത്ത് രാജാവുണ്ട്. പിന്നെ ഇവിടെ ഷെൽവിനുണ്ട്. ബാക്കിൽ സാൻഡ്ര ഉണ്ട്. എല്ലാരും ശ്രദ്ധിക്കൂ, ഇല്ലെങ്കിൽ ബോട്ടൊക്കെ ഇതായി പോകുന്നുണ്ട്.
കണ്ടില്ല അവിടെ ഒരു ഡബിൾ ഡെക്കർ വരുന്നുണ്ട്. ഡബിൾ ഡെക്കർ ബസ് ആ ലോണിന്റെ ഉള്ളിൽ കയറി വരുന്നത്. ഞാൻ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ഞാൻ കുറെ പർച്ചേസ് ഒക്കെ നോക്കിയിട്ട് ഉണ്ടായിരുന്നു. നിനക്ക് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം കൊണ്ടു തന്നില്ലേ? അവിടെ വിട് 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 അനക്കാൻ വയ്യ. ആ ഏരിയ വിട്. കൊറേ സാധനങ്ങൾ, ഒരു സാധനം ഞാൻ കൊണ്ടു തന്നില്ലേ? പേഴ്സ് ഇല്ലേ? ഏത് മറ്റേ ജ്വല്ലറിന്നൊക്കെ കിട്ടൂലേ ആ പേഴ്സ്? അത് അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമില്ല. അതിന്റെ ക്ലോത്ത് അവിടുത്തെ ട്രഡീഷണൽ, അത് ഭയങ്കര ഭയങ്കര വാല്യബിൾ ആയിട്ടുള്ളതാ. അതിൻ്റെ ഇത് അതേപോലെ തന്നെ അവരെ ചിഹ്നമായ ആന ഉണ്ട് അതിൻ്റെ പുറത്ത്. പിന്നെ തായ്ലൻഡിൽ നിന്ന് എഴുതിയുണ്ട്. വേറെ എന്ത് വേണം? നമുക്കൊരു സൂക്ഷിക്കാനൊരു മെമ്മറിക്കല്ല നമ്മൾ കൊണ്ടുവരുന്നത്, വേറെ ഒന്നിനല്ലല്ലോ. സംഭവം അടിപൊളിയായിരുന്നു. ആ സാധനമാണ് ഞാൻ ഇവൾക്കും ഒക്കെ കൊണ്ടുവന്നിട്ട് തായ്ലൻഡിൽ നിന്ന് വരുമ്പോ. എനിക്ക് കാണിച്ചു തരാം കേട്ടോ എന്താ സാധനം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ബാങ്കോക്കിലേക്കാണ്. ബാങ്കോക്ക് സിറ്റി. എനിക്കിതിന് എക്സൈറ്റ്മെന്റ്. നീയല്ലേ പോയത്? പറ. ബാങ്കോക്ക് സിറ്റി. അങ്ങനെ ഞങ്ങൾ ബാങ്കോക്കിലൊക്കെ പോയി. അതിന്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ അങ്ങനെ നമ്മളിതാ ക്രൂസിലേക്ക് ടിക്കറ്റ് കൊടുത്ത് കയറിയിരിക്കുകയാണ്. ഡിന്നർ വിടുന്ന കേട്ടോ. കണ്ടില്ല, ട്രെയിന് പോലെ എന്തൊക്കെയോ ചരക്കുകൾ കൂട്ടിട്ട് ഒറ്റൊരു സാധനം വലിച്ചോണ്ട് പോണ്. ഇതാ കണ്ടില്ലേ? 1 2 ട്രെയിന് പോലെ അല്ലേ? അതെ, 3 ബോഗിയുള്ള വെള്ളത്തിലെ ട്രെയിന്. എനിക്കിതോ കൽക്കരി കൊണ്ടുപോകുന്നതാ. അതായിരിക്കും മണൽ മാഫിയന്റെ വണ്ടിയാണ് അല്ലേ? മണൽ മാഫിയ. ഇതാ ബാക്കിലും കണ്ടില്ലേ, ഒരു സപ്പോർട്ടിന് ഒരു ബൈക്കുണ്ട്. 2 എഞ്ചിന് ട്രെയിൻ തന്നെ. മുന്നിലൊരു എഞ്ചിന്, ബാക്കിലൊരു എഞ്ചിന്. അതിന്റെ പേരൊന്ന് വായിച്ച ശരതേട്ടാ. അതെ അവിടെ വിദൂരതയിൽ ഒരു ടെമ്പിൾ ഉയർന്നു നിൽക്കുന്നുണ്ട്. സ്വർണത്തിന്റെ ടെമ്പിളായിട്ടത്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ബാങ്കോക്കിൽ എത്തി. ബാങ്കോക്കിൽ നിന്ന് ചെക്ക് ഇൻ ആയി നമ്മുടെ ഹോട്ടലിൽ. നമ്മുടെ ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മെയിൻ സെന്ററിൽ തന്നെയാണ് കേട്ടോ. കാരണം അവിടെ തന്നെ സ്ട്രീറ്റ് ആണ്. നമുക്ക് എന്ത് കാര്യത്തിനും വേറൊരു വണ്ടി വിളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമുക്കിങ്ങനെ നടന്നൊക്കെ എത്തിപ്പെടാൻ പറ്റിയ മാതിരിയാണ് എല്ലാ സംഭവങ്ങളും. അതിന്റെ അടുത്തൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. റൂം ഞാനും റാശുവാണ്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അടിപൊളി ഗ്രൂപ്പിലാണ് നമുക്ക് കിട്ടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതായത് കുമാരേട്ടനും ടീമും. അതേപോലെ തന്നെ മറ്റെന്താ ഓരോരോ ഫാമിലീസ്, ഓരോരുത്തരുടെ പേര് എനിക്ക് ഐഡിയയിൽ നിൽക്കലില്ല. എപ്പോൾ പറയുമ്പോഴും എനിക്ക് എൻ്റെ മറിയത്തിന്റെ പേര് ശരിക്ക് ഓർമ്മകൾ എപ്പോഴും നിൽക്കാം. മറ്റുള്ള പേരുകൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് വരാനില്ല. നമ്മളെ ഗ്രൂപ്പ്, അതായത് ഗോൾഡൻ പാലസ് ടൂറിൽ കൊണ്ടുപോയ ഞങ്ങളെ പാക്കേജിലെ ഗ്രൂപ്പ്, അതിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു, ഏജ് കുറഞ്ഞിട്ടുള്ള എന്നെ പോലത്തെ ചെറിയ ചെറിയ ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും അടിപൊളിയായിരുന്നു. അബു ആയിക്കോട്ടെ, കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും നമ്മളെ ഇതിനനുസരിച്ച് കിടിലനായിരുന്നു കേട്ടോ. സത്യം പറയാലോ, അത് കിടിലനായിരുന്നു ആ ഗ്രൂപ്പ്. അതുപോലെ തന്നെ പാക്കേജിൽ പോകുമ്പോൾ അങ്ങനെ ഗ്രൂപ്പുകളെ കിട്ടാന്നുള്ള ഭയങ്കര ഒരു ഭാഗ്യമാണ്. കാരണം എല്ലാവരും ഒരേ മൈൻഡ്. ഇവരുണ്ടല്ലോ, നമ്മളെ കോർഡിനേറ്റേഴ്സ് ഉണ്ടല്ലോ, ഓരോരോ ഇടപഴകലും നമ്മളെ കംഫർട്ടബിൾ ആക്കലും. ഇപ്പം നമ്മൾ വണ്ടിയിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതുപോലെ തന്നെ മറിയ ഇത് കോർഡിനേറ്റർ ഉണ്ടല്ലോ, അതായത് തായ്ലൻഡ് ഏജന്റ് ഉണ്ടല്ലോ, ആ പുള്ളിക്കാരത്തി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരും, തായ് ഭാഷ പഠിപ്പിച്ചു തരും, ആവശ്യമുള്ള ഭാഷകൾ. ആവശ്യമുള്ള എന്തൊക്കെ പഠിച്ചു?
ആവശ്യമുള്ളത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും കേക്കട്ടെ. ആണോ? ആവശ്യമുള്ള എന്തൊക്കെയാ പഠിച്ചത്? സബാട്ടിക്ക ഞാൻ പറഞ്ഞ അല്ല കൈവിടി പറഞ്ഞിട്ട് ആക്കിയാ മതി നീ. അതെ ഞാൻ പഠിച്ച ഭാഷ ഞാൻ പറഞ്ഞുതരാം. സബാട്ടിക്ക. അതൊക്കെ. നമസ്കാരം. നമസ്കാരം. നെക്സ്റ്റ് അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുൻസൈമ. കുൻസൈമ എന്ന് പറഞ്ഞാല് നിന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ, നിന്നെ കാണാൻ നല്ല രസമുണ്ടല്ലോ അവിടെയൊക്കെ. പിന്നെ സിൻകുൻഡ്ര. സിൻകുൻഡ്ര എന്ന് പറഞ്ഞ എന്താ? എന്തോ 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 പറഞ്ഞു കൊടുക്ക, അവർക്ക് പറഞ്ഞു കൊടുക്ക്. അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കടാ. അർത്ഥം അയ്യോ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകള് പടക്കം പൊട്ടിച്ചേ? തായ്ലൻഡിൽ പോയിട്ട് നമ്മളെ നാട്ടിലെ ആൾക്കാർ പോയിട്ട് വെറുതെ അവിടുത്തെ ഭാഷ ഒന്നും പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. സിൻകുൻഡ്രന്റെ അർത്ഥം പറഞ്ഞു കൊടുക്ക. അല്ല ഇവിടുന്ന് എന്തിനാ നമ്മള് മലയാളികള് നമ്മള് മലയാളം നോക്കിയാ ഇംഗ്ലീഷ് അവിടെ ഉണ്ടോ ഇല്ലേ? അർത്ഥം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ ഇല്ലേ? അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയാ ഐ ലവ് യു. ആവശ്യമുള്ള വാക്കുകൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, മനസ്സിലായ? അല്ല ഇത് പഠിപ്പിച്ചതാണല്ലോ. അവിടെ ചെന്നിട്ട് ഓര് പഠിപ്പിച്ചു, ഞാൻ പഠിച്ചില്ല. സത്യം പറഞ്ഞ ഈ കീവേഡ് ഞാൻ പഠിച്ചിട്ട് ഞാൻ നോക്കിയിട്ടുള്ളൂ. അതില് ഞാൻ നോക്കി വെച്ചിട്ടുള്ളൂ. അത് നോക്കി വെച്ചത് ഒരാൾ പറഞ്ഞത് നമ്മൾ അത് നോക്കി വെക്കാന്നുള്ളത് ന്യായമായ കാര്യല്ലേ? അപ്പോ ബാങ്കോക്കിൽ എത്തിയിട്ട് ബാങ്കോക്കിലൊന്ന് പുറത്തൊക്കെ നമ്മൾ കറങ്ങാൻ വേണ്ടി പോയി, നല്ല അടിപൊളിയാണ്. പക്ഷെ ഒരു കാര്യം കേട്ടോ, നിങ്ങളൊരു ട്രിപ്പിന് പോവാ, 5 ദിവസത്തെ ട്രിപ്പാണെന്നുണ്ടെങ്കിൽ പാക്കേജറോട് തന്നെ പറയാം നമുക്ക് 3 ദിവസം എവിടെ വേണമെന്നറിയോ? എവിടെ? 3 ദിവസം നമുക്ക് ഇത് വേണമെന്ന് പറയണം. പട്ടായ വേണമെന്ന് പറഞ്ഞു. കാരണം ബാങ്കോക്ക് സിറ്റി വൈബാണ്. പട്ടായ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി എല്ലാം കുറച്ച് പൈസയും കുറവാണ് എല്ലാ കാര്യത്തിനും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പട്ടായ 3 ദിവസം വേണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ 2 ദിവസം കംപ്ലീറ്റ് നിന്നിട്ടുണ്ട് പട്ടായയിൽ. 3-ാമത്തെ ദിവസം ഇങ്ങനെ വരികയായിരുന്നു ചെയ്തത്. പക്ഷെ നമുക്ക് തോന്നിപ്പോയി ഒന്നും കൂടി അടിപൊളിയായിരുന്നു പട്ടായയിൽ 1 ദിവസം കൂടി നിന്നിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പോൾ ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം 2 ഈക്വൽ ആയിട്ടാണ് ഒരു ഇതാക്കുന്നത്. നമ്മൾ പറഞ്ഞെടുത്തതാക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇനി പോകുന്നവർ ശ്രദ്ധിക്കുക, പട്ടായയിൽ നിങ്ങൾക്ക് 3 ദിവസമോ 4 ദിവസമോ നിൽക്കാൻ പറ്റിയ അത്ര അടിപൊളിയാണ്. പിന്നെ ബാങ്കോക്ക് സിറ്റി ടൈപ്പാണ്. അതുപോലെ തന്നെ കുറച്ച് പൈസ എല്ലാ കാര്യത്തിലും തായ് ബാത്തൊക്കെ കൂടുതലായിരിക്കും. കറൻസി ഇവിടുത്തെ തായ് ബാത്ത് അതന്നെ, തായ് ബാത്ത് തന്നെ. കുറച്ച് ബാത്ത് കൂടുതലായിരിക്കും. നോക്ക് കുളിയല്ലട്ടാ അവിടേക്ക് നീ ഇവിടെ. അപ്പോ നമ്മള് അതുപോലെ തന്നെ അവിടെ ടുക്ടുക്കില് യാത്ര കിടിലനായിരുന്നു. അതായത് ഭയങ്കര സ്പീഡിലൊക്കെ ഓടിച്ചിട്ട് ഭയങ്കര രസമാണ്. ടുക്ടുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ടുക്ടുക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ടുക്ടുക്ക് കയറി. 4-ാമത്തെ ഡേയില് നമ്മൾ അവിടെ സിറ്റി ടൂറാ ചെയ്തത്. സിറ്റി ടൂറും അതുപോലെ തന്നെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത്. അന്നത്തെ ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ അവര് പോയ സമയത്ത് നീ എന്ത് ചെയ്തു? ഞാനും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാനും ഷോപ്പ് ചെയ്യാൻ ഞാൻ നോക്കി, എല്ലാത്തും നോക്കിയപ്പോ എനിക്ക് വാങ്ങാൻ പറ്റിയ സാധനങ്ങൾ കണ്ടില്ല. അതാ പ്രശ്നം പറ്റേ. ഞാൻ വിചാരിച്ച സംഭവങ്ങൾ അവിടെ ചെയ്യുന്നത് നിനക്ക് വേണ്ടി വാങ്ങാൻ വിചാരിച്ച. ഇനിയിപ്പോ ഞാൻ ചിലപ്പോ ഒരു സാധനം എനിക്ക് വേറെ പ്രശ്നം എന്താ അറിയോ, ഷോപ്പിംഗ് ഏരിയയിലുള്ള വീഡിയോ നീ എടുത്തിട്ടുണ്ടോ? കാണിച്ചതാ. നമ്മളിതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ ഇടയിൽ ഇത് അവിടെ ഷോപ്പിംഗ് ചെയ്യാനും കൂടിയുള്ള സ്ഥലമാണ്. ഒരു മാള് പോലത്തെ ഒരു സ്ഥലമാണ്. എന്താണെന്നറിയില്ല, അവിടെ ഷോപ്പിംഗ് ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെ ലോക്കൽ മാർക്കറ്റും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ട ഷോപ്പിങ്ങിന്റെ വീഡിയോ ആണ് ഈ കാണുന്നത്. ഞാൻ പറയട്ടെ, ഡ്രസ് കൂടുതലുണ്ടായിരുന്നു. ആ ഡ്രസ് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഡ്രസ് മാത്രം നീ പറയട്ടെ, ഈ ഹാറ്റും മാലും ഞാൻ കൊണ്ടുവന്ന് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പൈസ വെറുതെ ആയില്ലേ? എന്ത് സാധനം ഇവൻ നോക്കി. അതുകൊണ്ടാണ് പൈസ വെറുതെ ആയില്ലേ? പൈസ എന്തിനാ വേസ്റ്റ് ആക്കണേ? ഇവൻ കൊണ്ടുവന്ന സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എടുത്തു വെച്ചത് ഇവൻ തന്നതുകൊണ്ട് മാത്രം ഞാൻ എടുത്തു വെച്ചു. അപ്പം അതന്നെ ഞാൻ കാണിച്ചു കൊടുത്ത് അല്ലേ മോളെ. നിന്നെ കൊണ്ടുപോയിട്ട് വാങ്ങിത്തരാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കൂടി വേറെ പരിപാടി നടക്കൂല, ഇത് പറ്റൂല, ബുദ്ധിമുട്ടായി പോവും. അപ്പോ
അങ്ങനെ 4ാമത്തെ ദിവസം നമ്മൾ അതൊക്കെ ശരിക്കും ഇത് ലാസ്റ്റ് ദിവസം ചെയ്യേണ്ട സംഭവം. കാരണം അന്ന് വലിയ പരിപാടി ഇല്ല. എന്നിട്ട് നമുക്ക് 4ാമത്തെ ദിവസം കാരണം നമുക്ക് സഫാരി വേൾഡിൽ പോകാനുണ്ട്. സഫാരി വേൾഡ് ശരിക്കും 4ാമത്തെ ദിവസം ചെയ്തിട്ട് 5ാമത്തെ ദിവസം നമുക്ക് ഈ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ കയറിപ്പോരുക ചെയ്യുക. അതായത് രാത്രിയായിരിക്കും നമ്മളെ ഫ്ലൈറ്റ് വരുന്നത്. അതിൻ്റെ മുന്നായിട്ട് നമ്മൾ വൈകുന്നേരം എയർപോർട്ടിലേക്ക് എത്തുക ചെയ്യുക. പക്ഷെ നമ്മൾ 4ാമത്തെ ദിവസം ഇതൊക്കെ ചെയ്തിട്ട് പിന്നെ വൈകിട്ട് ഫുള്ള് ഫ്രീ ആയിരുന്നു. അപ്പോൾ സ്ട്രീറ്റൊക്കെ കറങ്ങി അവരുടെ ജീവിതം നമ്മൾ കൾച്ചറൊക്കെ മനസ്സിലാക്കി. ഇത് നടന്നിട്ട് ഓരോ ആൾക്കാരുടെ ലൈഫും കണ്ട് അവരെന്താ ഓരോ രാജ്യത്തെ കൾച്ചർ ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് പഠിച്ച് കണ്ട. അതാ ഞാൻ ചെയ്തത് എന്താ തെറ്റ്? ഞാൻ വേറെ ഒന്നിനും അല്ലല്ലോ പോയത്. ഞാൻ അവിടെ ഇരുന്ന് ഓരോ സ്ഥലത്ത് അവിടെ ബാക്കി നിന്റെ കൂടെയുള്ള ഒരൊറ്റ മനുഷ്യന്മാരും ഇല്ലല്ലോ. അതൊക്കെ എന്റെ തോന്നലാണ് മറിയ. അതൊന്നല്ല. ആ അമേരിക്കക്കാരനാണ് എനിക്ക് ഈ വീഡിയോ എടുത്ത് അയച്ചത്. എന്റെ ഫോൺ ഓഫ് ആയപ്പോത്തിന് എടുത്ത് അയച്ചത്. ഫോൺ ഓഫ് ആയി പോയിരുന്നിട്ടോ. അപ്പൊ എന്നിട്ടോ അയാൾക്ക് അയച്ചെന്നാട്ടോ. കാര്യത്തില് വിട് കേക്ക് ഇതെന്താണിത് എനിക്ക് പറഞ്ഞു തരല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സഫാരി വേൾഡ് നമ്മൾ പോവേണ്ട ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തായ്ലൻഡുകാരൊക്കെ കണ്ടുപഠിക്കണം കേട്ടോ. എങ്ങനെയാണ് അവിടുത്തെ ടൂറിസം, അവരെ ഉള്ള റിസോഴ്സ് വെച്ചിട്ട് അവർ ടൂറിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള സംഭവം അല്ലേ. ഭയങ്കര അതായത് ഏത് സ്ഥലം നോക്കി സഫാരി വേൾഡ് എന്നല്ല ഏതൊരു സ്ഥലം നോക്കിയാലും നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു സംഭവം ഇടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളതാക്കുന്നതും ക്യാൻവാസ് ചെയ്യുന്ന ആയിക്കോട്ടെ ഭയങ്കര പ്രൊഫഷണൽ രീതിയിലാണ് ക്യാൻവാസ് ചെയ്യുന്നത്. ഈവൻ നമ്മൾ ആ വാട്ടർ ആക്ടിവിറ്റീസിന്റെ സ്ഥലത്ത് പോയാൽ പോലും നമ്മൾ അവിടുന്ന് ഒന്നെങ്കിലും ചൂസ് ചെയ്തു പോകും. അല്ലാതെ അപ്പോൾ വേണമെങ്കിൽ വന്ന് എടുത്തു പോയി അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് ഇത് ചെയ്തോളി എന്നുള്ള സംഭവം അല്ല ചെയ്യുന്നത്. എല്ലാം ഇപ്പോൾ ഓരോ സ്ഥലത്ത് പോലും ഇപ്പം പിന്നെ നമ്മൾ സഫാരി വേൾഡ് കയറിയപ്പോൾ ഡോൾഫിൻ്റെ ഉണ്ട്, അവിടെ ഇരുന്ന് മറ്റേ മങ്കി ഉണ്ടായിരുന്നത്. ആ മറ്റേ നമ്മളടുത്തുള്ള അതും അറിയാം. ഞാൻ അതിന് വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് ചൈനീസ് ന്യൂ ഇയറിന്റെ ടൈമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. ഫുൾ ചൈന ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ക്യൂ ആയിപ്പോയി. അപ്പം എനിക്ക് അടുത്ത ഷോകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഡോൾഫിൻ ഷോ ഉണ്ട്, അതിനുള്ളിൽ തന്നെ എലിഫാന്റ് ഷോ ഉണ്ട്, ബേർഡ്സിന്റെ ഷോ ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പല സംഭവങ്ങളും ഉള്ളിൽ തന്നെ പല മൃഗങ്ങളെയും ഒക്കെ കാണാൻ നമുക്ക് പറ്റുമായിരുന്നു. അതുപോലെ തന്നെ വേറെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലൈവായിട്ട് നമുക്കൊരു മൂവി പോലെ തന്നെ കൗബോയിന്റെ ഒക്കെ ഓരോ ഷോ ഉണ്ടായിരുന്നു. ആ ഷോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മൂവി കാണുന്ന വൈബ് തന്നെ. ശരിക്കും ബോംബ് പൊട്ടിക്കലും വെടിവെക്കലും ഫുൾ അടിപൊളിയായിരുന്നു ആ സെറ്റ് മൊത്തം. പിന്നെ അവർ ചെയ്യുന്ന ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് എന്താ അറിയോ, ഈ സംഭവമൊക്കെ ചെയ്യുമ്പോൾ തന്നെ അവരിടയിൽ എന്ത് ചെയ്യും, ഓരോ നുണുക്ക് വിദ്യ ചെയ്യും. ആൾക്കാർ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യാൻ വേണ്ടി ഓരോ സംഭവം ചെയ്യുക മാത്രമല്ല അവർ ചെയ്യുന്നത്. ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ മേത്തേക്ക് ആ സൈഡിലുള്ളവർക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ ഫസ്റ്റ് റോയിലൊക്കെ ഇരിക്കുന്നവർ, ഞങ്ങൾക്ക് ആ ക്ലിപ്പിംഗ് ഇട്ടുതരാം. ആ റോയിൽ ഇരിക്കുന്നവരെ മേത്തേക്ക് വെള്ളം തെറിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവര് തെറിപ്പിക്കുന്ന അതായത് ആ രസം. അപ്പോൾ ഫണ്ണായിട്ട് എല്ലാവർക്കും ഭയങ്കര രസം. ഞങ്ങൾക്കും രസം തോന്നും, ആ കാണുന്ന ആൾക്കാർക്കും രസം. ഫുള്ള് രസമായിരുന്നു ഉണ്ടായിരുന്നത്. അത് നീ വന്നാ നോക്ക്. ഞാൻ ഇപ്രാവശ്യം പോയത് എന്തിനാ അറിഞ്ഞാല് നിന്നെ അടുത്ത പ്രാവശ്യം കൊണ്ടുപോകാൻ വേണ്ടി അവിടെ ഓക്കെ അല്ലേ സേഫ് അല്ലേ നോക്കാൻ വേണ്ടി പോയതാ. നീ ഓക്കെ അല്ലേ സേഫ് അല്ലേ ആ സ്ഥലം എന്നൊക്കെ നോക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. അപ്പോ അങ്ങനെ ആയിട്ട് നമ്മൾ ഈ സഫാരി വേൾഡിൽ ഫുള്ള് സത്യം പറഞ്ഞാൽ എനിക്ക് സഫാരി വേൾഡ് ഭയങ്കര ഇഷ്ടമായി. അതിൽ കുറച്ച് മൃഗങ്ങളെ കുറച്ച് ഇതാക്കുന്നുള്ളൊരു സംഭവിച്ച, പക്ഷെ എനിക്ക് അറിയില്ല, അത് ഓരോ നാട്ടിലത്തെ ഒരു ഇതല്ലേ. പക്ഷെ എന്തായാലും ഭയങ്കര എൻഗേജിങ്ങും ഭയങ്കരമായിട്ട് ഫൺ ഷോകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആനന്റെ മാത്രമേ വലിയ രസമായിട്ട് എനിക്ക് തോന്നാത്തുള്ളൂ. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടമായിട്ടോ. പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നല്ല നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. അവിടുത്തെ ഭക്ഷണം, അതിൻ്റെ ഉച്ചക്കുള്ള ഭക്ഷണം എല്ലാവർക്കും കൂടിയും ഉള്ള ഒരു ഹാളിൽ വെച്ചിട്ടാ. നമുക്ക് നമ്പർ ഉണ്ടാവും, തന്ന ടോക്കണിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പറിന് അവിടെയാണ് നമുക്ക് പോയിരിക്കേണ്ടത്. അങ്ങനെ സഫാരി വേൾഡ് കഴിഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിൽ വന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗോൾഡൻ പാലസ് ടൂർസിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് ട്രിപ്പ് ചെയ്യുമ്പോഴേ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. നല്ല അടിപൊളിയാണ് അവരെ പാക്കേജിൽ പോയപ്പോൾ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരു പാക്കേജിൽ പോയില്ല. എൻ്റെ ഫസ്റ്റ് പാക്കേജിൽ പോക്കായിരുന്നു. അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എനിക്ക് ലോക്കലി എക്സ്പ്ലോർ ചെയ്യാനാണ് ടൂറിസ്റ്റ് സ്പോട്ടിനെക്കാട്ടി ഇഷ്ടം. ഞാൻ ഒറ്റയ്ക്ക് തായ്ലൻഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോവില്ല. പട്ടായും ബാങ്കോക്കൊക്കെ പോകുന്നു, റൂം പോകുന്നു, ലോക്കലി എക്സ്പ്ലോർ ചെയ്യുന്നു, സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക, ഇതൊക്കെയാണ് എൻ്റെ ഇഷ്ടം. പക്ഷെ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിൽ പോയതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ചുമ്മാ നമ്മളെ നാട്ടിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് കണ്ടിട്ട് പോരാന്നുള്ളതല്ല, ഓരോ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെക്കലുണ്ട്. അതും നല്ല എൻഗേജിങ് ആക്കി നല്ല പ്രൊഫഷണൽ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ട് ചെയ്ത്. അതുകൊണ്ടാണ് അത്രയും ട്രാവലേഴ്സ് അവിടെ വരുന്നത്. എല്ലാ കൺട്രി ആൾക്കാരും അത്ര അടിപൊളിയായിട്ടാണെന്നറിയോ. ഇപ്പോൾ ലാസ്റ്റായിട്ട് റീസെൻ്റ്ലി ഞാൻ ഗോവയിൽ പോയപ്പോൾ, ഗോവയിൽ ഇപ്പോൾ അധികം ഇപ്രാവശ്യം ഇറങ്ങിയ ഫ്ലൈറ്റ് 1-2 ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുള്ളൂ. അതായത് ഫോറിനേഴ്സിൻ്റെ. നോർമലി ഫോറിനേഴ്സൊക്കെ എത്ര ഫ്ലൈറ്റ് ഇറങ്ങുന്നതെന്നായിരുന്നു. ഞാൻ ട്രിപ്പ് നല്ലോണം കൊണ്ടുവരുന്നതാണ്. അപ്പം
നമ്മുടെ ഇവിടെ ടൂറിസം അതിന്റെ ഒരു പ്രശ്നം എന്താ പറഞ്ഞാൽ ഈ ലോക്കലിലുള്ള കുറച്ച് പ്രശ്നങ്ങളും ഈ പൈസ, അതായത് പൈസ എക്സ്പെൻസ് കൂടുതലായി നമ്മുടെ ഗോവക്ക്, സ്കാമുകളും ഒക്കെ കൂടുതലായി. അതായത് ഈ ഇതിന് അവിടുത്തെ ആൾക്കാർ വാങ്ങുന്ന പൈസ ഭയങ്കര റേറ്റ്. അത് ഓൺലൈനായിട്ട് ഇപ്പൊ ഊബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതാവില്ല, അത് സമ്മതിക്കില്ല, അവിടുത്തെ ആൾക്കാർ വരാൻ സമ്മതിക്കില്ല. പക്ഷെ ഇവര് എന്തൊക്കെയാ എല്ലാത്തിനും ഓൺലൈൻ സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പൊ ചെറുതായിട്ട് പോവാണെങ്കിൽ ഒന്നുകിൽ ടുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ലോക്കലി നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങി വരുന്നതിനുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ പൈസക്ക് തന്നെ ട്രാവൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഗ്രാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. ആ ഗ്രാബിലാണ് ഫുഡ്. ബോൾട്ട് എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അവിടെ ട്രാവൽ കാര്യത്തിന്, അതായത് നമുക്ക് എന്തെങ്കിലും ഊബർ ബുക്ക് ചെയ്യണം, ബൈക്ക് ടാക്സി ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു എൻ്റെ ഒരു പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നല്ല ക്വാളിറ്റി ഫുഡ്, നല്ല ഫുഡായിരുന്നു ഉച്ചയ്ക്ക്. അതേപോലെ തന്നെ മെയിൻ സ്പോട്ടിലാട്ടെ ഇവർ സ്റ്റേ ചെയ്തിരുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഗോൾഡൻ പാലസ് എന്ന് പറഞ്ഞാൽ കിടിലൻ ട്രിപ്പാണ് അവരത്. അപ്പോൾ അവരുടെ പാക്കേജുകൾ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ പോകാൻ ശ്രമിക്കുക. നിങ്ങൾ പോയാൽ വെർത്താണോ അവരത്. എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് ഏജ് ആയിട്ടുള്ള ആൾക്കാരും കുറഞ്ഞ ആൾക്കാർ, ഫാമിലീസും ഉണ്ടായിരുന്നു, ഒറ്റയ്ക്കുള്ള ഞാൻ ഷെൽവിനൊക്കെ സോളോ പോലത്തെ ആൾക്കാരായിരുന്നു. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്യുന്ന ട്രിപ്പാണ് അവർ മേക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അവരെ കോർഡിനേറ്റേഴ്സ്. എടുത്തു പറയേണ്ട ആൾക്കാരാണ്, അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കോണ്ടാക്ട് ഞാൻ ഇവിടെ താഴത്തൊക്കെ കൊടുക്കാം, ഇതിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പാക്കേജുകൾ നോക്കുന്ന ആൾക്കാർ ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുക. എന്നിട്ട് അവരുടെ പാക്കേജിൻ്റെ ഇതൊക്കെ എടുക്കുക. അത് പാക്കേജ് ഐറ്റനറി ഒക്കെ ഒരു അയച്ചു തരും, പ്രൈസൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഞാൻ ഗ്യാരണ്ടി തരുന്നു, അടിപൊളി ട്രിപ്പാണ്. ഓക്കെ, സോളോ പോകുന്ന ആളാണ് ഞാൻ. പക്ഷേ എനിക്ക് പാക്കേജിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നു. ഫസ്റ്റ് തന്നെ പൊളിച്ചടുക്കി ഞങ്ങൾ. അത് അവിടെ പാട്ടും ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഫുള്ളി എൻഗേജ്, ഭയങ്കര അടിപൊളി ട്രിപ്പായിരുന്നു. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും ഇതാണ് എൻ്റെ തായ്ലൻഡ് ട്രിപ്പ്. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. എല്ലാവരും പോയി അടിച്ചു പൊളിക്കുക, പറഞ്ഞൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പം നിനക്കും മനസ്സിലായില്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ്, നിങ്ങളെ അഭിപ്രായം എങ്ങനെയുണ്ട് വീഡിയോ എന്നുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ, ഇങ്ങനെ ഒരു ഇതാക്കിയത് ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പം എന്തായാലും ശരി, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. പിന്നെ തായ്ലൻഡിൽ പോകുമ്പോൾ മസാജൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. അല്ലാതെ മസാജ് പോകുന്നത് നല്ലതാണ്. അതെ, വൈഫൊക്കെ ഉള്ളവര് നോക്കിയിട്ടൊക്കെ പോവാ. ചോദിച്ചിട്ട് നോക്കിയിട്ട് പോയാൽ മതി, ഞാൻ പറഞ്ഞത്.